വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് മൃഗങ്ങളുടെ മരണനിരക്കിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാട്ടിനുള്ളിൽ മനുഷ്യന്റെ ഇടപെടലുകൾ വന്യജീവികളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നു. കാട്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് വന്യജീവികളുടെ മരണത്തിന് ഒരു പരിധിവരെ കാരണമാകുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 9ഓളം ആനകളാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ മരണപ്പെട്ടത്. പ്ലാസ്റ്റിക് മാലിന്യം വന്യമൃഗങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈയിടെ ചെരിഞ്ഞ ആനയുടെ വയറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന അറവ് മാടുകളിൽ നിന്ന് വന്യമൃഗങ്ങൾക്ക് ആന്ത്രാക്സ് ബാധിച്ച വാർത്തകൾ കുറച്ചുകാലം മുമ്പ് മാത്രമാണ് പുറത്തുവന്നത്. മലിനീകരണവും കാലാവസ്ഥാ മാറ്റവും മറ്റു മൃഗങ്ങൾക്കും ജീവനാശമുണ്ടാക്കുന്നുണ്ട്. എല്ലാ വർഷവും മൃഗങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നതല്ലാതെ ഇവയെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ലെന്നതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇടുക്കി ജില്ല. ആ ഇടുക്കി ജില്ലയിൽ വന്യജീവികളെ പരിശോധിക്കുവാനോ ചികിത്സിക്കുവാനോ ഒരു ഡോക്ടർ പോലും ഇല്ല എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊന്ന്, മോണിറ്ററിംഗ് ഇല്ല. ഇപ്പോൾ നമുക്കുള്ളത് സെൻസസ് മാത്രമാണ്. സെൻസസിൽ നമുക്കൊരു എണ്ണം കിട്ടും. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്ന് കൂടുതലോ കുറവോ ആണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അതോടുകൂടി അത് അവസാനിക്കുന്നു. ആ റിപ്പോർട്ട് തന്നെ വെളിച്ചം കാണുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പം. ഞങ്ങൾ പറയുന്നത് അതല്ല, സ്ഥിരമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവണം. വനത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാവാത്തത് പ്രശ്നം രൂക്ഷമാക്കുന്നു. പെരിയാർ റിസർവിനുള്ളിൽ ഈയിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. വന്യജീവികളുടെ സംരക്ഷണത്തിന് റിസർവ് വനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും മൃഗങ്ങളുടെ മരണനിരക്ക് കൂടുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. MK ശ്രീജിത്ത്, ഇടുക്കി, ഇന്ത്യ വിഷൻ.